ചെയ്തു കൂട്ടുന്ന കാര്യമെന്ന് പറയാൻ പറ്റും. പക്ഷേ ആ പിക്കപ്പ് അപ്പോൾ തന്നെ രക്ഷിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു. ധർമ്മസ്ഥലയിൽ പുതുതായി അസ്ഥികൾ കണ്ടെത്തിയ സ്പോട്ടിനെ 11A എന്ന് അടയാളപ്പെടുത്തി. സ്പോട്ട് നമ്പർ 6 നിന്നും 11A നിന്നും ആകെ കിട്ടിയത് 100ഓളം അസ്ഥിഭാഗങ്ങളാണ്. ഇവയെല്ലാം ബംഗളൂരുവിലെ FSL ലാബിൽ എത്തിച്ചിട്ടുണ്ട്. സ്പോട്ട് നമ്പർ 12 ഇന്ന് പരിശോധന നടന്നത്. ബെൽത്തങ്ങടിയിലെ SIT ഓഫീസിൽ നടന്ന യോഗത്തിന് ശേഷം 11 മണിയോടുകൂടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരും മറ്റനുബന്ധ വകുപ്പിലെ ഉദ്യോഗസ്ഥരും വീണ്ടും വനത്തിലേക്ക് എത്തുന്നത്. വനാന്തർ ഭാഗത്തിനകത്ത് ഇന്നലെ അസ്ഥികൾ കണ്ടെത്തിയ ആ ഒരു സ്പോട്ടിൻ്റെ പ്രദേശത്തിന് 11A എന്നുള്ള പുതിയൊരു നാമകരണം കൂടി SIT നൽകിയിട്ടുണ്ട്. ഇന്ന് 11-12 പോയിന്റുകളിലാണ് പ്രധാന തോതിൽ തിരച്ചിൽ നടന്നത്. ഇന്ന് മണ്ണുമാന്തി യന്ത്രവും അതോടൊപ്പം തന്നെ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലായിരുന്നു. ഇന്ന് കാര്യമായൊന്നും തന്നെ ഇവിടെ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനി നാളെ ഒരു ദിവസം കൂടിയാണ് SIT സംഘത്തിന് മുൻപിൽ പ്രധാനപ്പെട്ട ഫസ്റ്റ് പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായി ബാക്കിയുള്ളത്. നാളെ 13ാമത്തെ പോയിന്റ്, അത് സാമാന്യം വലിയൊരു പോയിന്റാണ്. ഗ്രാമീണ പാതയോട് ചേർന്നുള്ളൊരു പോയിന്റാണ്. അവിടെ ഒരു ട്രാൻസ്ഫോമർ അടക്കം ഉണ്ട്. അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വസ്തുക്കളൊക്കെ തന്നെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് കൂടി ഈ നാളെ തിരച്ചിൽ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഇനി മറ്റുള്ള നടപടികളെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ വരുന്ന ദിവസങ്ങളിലേക്ക് ഒരു കൃത്യമായ പ്ലാൻ തയ്യാറാക്കുക. 13ാമത്തെ പോയിന്റ് ഏറ്റവും ക്രൂഷ്യലാണ്. ഒരുപക്ഷെ കൂടുതൽ മൃതദേഹങ്ങളൊക്കെ തന്നെ അവിടെ സംസ്കരിച്ചു എന്നുള്ള വെളിപ്പെടുത്തലൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്തെ തിരച്ചിൽ പൂർത്തിയാക്കിയതിന് ശേഷം വരും ദിവസങ്ങളിൽ ഇനി കൂടുതൽ മേഖലകളിലേക്ക് കടക്കുമോ എന്നുള്ള തീരുമാനം ഇനി SITയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഉണ്ടാവേണ്ടത്. ഷാജു ചന്ദ്രപ്പുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, ധർമ്മസ്ഥല.